രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡ്രാ എ റെക്റ്റാങ്കിൾ ഓഫ് വിഡ്ത്ത് 5 cm ആൻഡ് ഹൈറ്റ് 3 cm. ഡ്രാ ദ റെക്റ്റാങ്കിൾ ഓഫ് ദി സെയിം ഏരിയ വിത്ത് വിഡ്ത്ത് 6 cm. നെക്സ്റ്റ് ഡ്രാ ദ സ്ക്വയർ ഓഫ് ദി സെയിം ഏരിയ. അപ്പോൾ ആദ്യം വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് 5 cm വിഡ്ത്ത് 3 cm 3 cm ഹൈറ്റും ഉള്ളൊരു റെക്റ്റാങ്കിൾ. ആദ്യം നമുക്കത് വരയ്ക്കാം. ഇനി ഡ്രാ ദ റെക്റ്റാങ്കിൾ ഓഫ് ദി സെയിം ഏരിയ വിത്ത് വിഡ്ത്ത് 6 cm. 6 cm വിഡ്ത്തുള്ള സെയിം ഏരിയ ഉള്ള ഒരു റെക്റ്റാങ്കിൾ കൂടി വരയ്ക്കണം. അതിനു വേണ്ടി നമ്മൾ ഇത് 5 cm ആണ്, ഇത് 3 cm. ഈ 3 cm എക്സ്റ്റെൻഡ് ചെയ്ത് ആദ്യം വരയ്ക്കും. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. 3 cm എക്സ്റ്റെൻഡ് ചെയ്ത്. അപ്പോൾ ഇത് മൊത്തത്തിൽ എത്ര 8 cm ആയിട്ടുണ്ട്. ഇനി 6 cm വിഡ്ത്തുള്ള റെക്റ്റാങ്കിളാണ് വരയ്ക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ആ 6 cm താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കും. പേര് കൊടുക്കാം ABCD. അതായത് CBയെ എക്സ്റ്റെൻഡ് ചെയ്ത് താഴേക്ക് വരയ്ക്കുക. എത്രയാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്? 6 cm. ലൈന് കറക്റ്റാക്കി പിടിച്ച് വരയ്ക്കണം. ഓക്കെ, 6 cm. എന്തുകൊണ്ടാണ് അങ്ങനെ വരച്ചത്? വിഡ്ത്ത് 6 cm ഉള്ള റെക്റ്റാങ്കിളാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് 6 cm എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചത്. ഇനി ഇതിന് E എന്ന് കൊടുക്കുക. എയും ഇയും കൂടി യോജിപ്പിച്ച് വരയ്ക്കുക. ഇതിന് F എന്ന് കൊടുക്കുക. എഫും ഇയും കൂടി യോജിപ്പിച്ച് വരയ്ക്കുക. ഇനി നമുക്ക് കോമ്പസ് എടുത്തിട്ട് ഇതിനും ബൈസെക്ടർ വരയ്ക്കാം. ബൈസെക്ടർ വരയ്ക്കുമ്പോൾ ഈ ലൈനിൻ്റെ ഹാഫിൽ കൂടുതൽ എടുത്തിട്ട് ബൈസെക്ടർ വരയ്ക്കുക. ഇപ്പുറത്തും അതുപോലെ വരയ്ക്കുക. ഓക്കെ, ഇതവിടെ ഒരു മിഡ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. അതിന് O എന്ന് കൊടുക്കുക. ഇനി ഇതിൽ വച്ചിട്ട് ഈ 3 വെർട്ടീസസും ടച്ച് ചെയ്തുകൊണ്ടൊരു സർക്കിൾ വരയ്ക്കും. സർക്കിൾ വരച്ചപ്പോൾ ഈ പോയിന്റിൽ ടച്ചായിട്ടുണ്ട്. ആദ്യം വരച്ച റെക്റ്റാങ്കിളിൻ്റെ ഈ പോയിന്റിൽ ടച്ചായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടത് 6 cm വിഡ്ത്താണ്. അപ്പോൾ ഇവിടെ 5 ഉള്ളൂ. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് 6 ആക്കും. അതായത് 1 cm കൂടെ നീട്ടി വരയ്ക്കുക. G എന്ന് കൊടുക്കാം. ഇതും എത്ര വരയ്ക്കണം? 6 cm. ഓക്കെ, തമ്മിൽ യോജിപ്പിച്ച് I H I. അപ്പോൾ നമുക്ക് 6 cm വിഡ്ത്തുള്ള വേറൊരു റെക്റ്റാങ്കിൾ കൂടി വരയ്ക്കാനായിട്ട് സാധിച്ചു. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമാണ്. ഒരിക്കൽ കണ്ടിട്ട് മനസ്സിലാകാത്തൊരു ഒന്നുകൂടി നോക്കിയാൽ മതി. വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ കഴിയും. ലൈൻ വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. പെട്ടെന്നത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ വരയ്ക്കുമ്പോൾ പെൻസിലിട്ട് വരയ്ക്കുക. ഇത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് പേനയിട്ട് വരച്ചിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഫസ്റ്റ് ടേമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് നന്നായി വരച്ച് പഠിക്കണം. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വീഡിയോ നോക്കിയാൽ മതി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തി ആളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഇടുന്ന മുറയ്ക്ക് നോട്ടിഫിക്കേഷനും
ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഡ്രാ ദ സ്ക്വയർ ഓഫ് ദി സെയിം ഏരിയ. അതിന് നമ്മൾ നേരത്തെ വരച്ചതുപോലുള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അത് 5 സെൻറ്റിമീറ്റർ വിഡ്ത്തും 3 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള റെക്റ്റാങ്കിൾ. അങ്ങനെ വരയ്ക്കുമ്പോൾ ആ റെക്റ്റാങ്കിളിന് എത്ര ഏരിയ ഉണ്ട് അതേ ഏരിയയിലുള്ള ഒരു സ്ക്വയർ കൂടി വരയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം റെക്റ്റാങ്കിൾ വരയ്ക്കാം. ത്രീ സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. നേരത്തെ വരച്ചതുപോലെ തന്നെ. ഇതാണ്. ഇനി ബൈസെക്ടർ വരയ്ക്കുക. അതായത് നേരത്തെ വരച്ച കണക്കിന് റെക്റ്റാങ്കിൾ വരയ്ക്കുക. 3 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുക. എ ബിയെ എക്സ്റ്റെൻഡ് ചെയ്യുക 3 സെൻറ്റിമീറ്ററോട്. അപ്പോൾ എന്നിട്ട് എയ്ക്ക് ബൈസെക്ടർ വരയ്ക്കുക. ഇപ്പോൾ 8 സെൻറ്റിമീറ്റർ ആവും അല്ലേ. അപ്പോൾ ഇത് എയ്ക്ക് വേണം ഇനി ബൈസെക്ടർ. ഹാഫ് സർക്കിൾ വരയ്ക്കുക. ഇതാണ് ഹാഫ് സർക്കിൾ. ഇതിന് ഓന്ന് കൊടുക്കുക. സർക്കിളും ഈ ലൈൻ ബി സി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ സർക്കിള് ടച്ച് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻ്റ് ബി സി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ സർക്കിൾ ടച്ച് ചെയ്യുന്ന ഒരു പോയിൻ്റ്. ഓക്കെ, ഈ പോയിൻ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്ക്വയറിൻ്റെ അളവ്. സ്ക്വയറിൻ്റെ ഓൺ സൈഡാണ് ഈ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കോമ്പസിലെടുത്തിട്ട് ബാക്കി അങ്ങ് വരയ്ക്കാം. ചെയ്യാനുള്ള പോയിൻ്റ് കിട്ടി. അപ്പോൾ സെയിം ഏരിയ ഉള്ള സ്ക്വയർ നമുക്ക് കിട്ടി. സെയിം ഏരിയ ഉള്ള സ്ക്വയർ ജി. സ്ക്വയറിൻ്റെ പേര് അല്ലേ, BHFG എന്ന് പറയുന്ന സ്ക്വയർ കിട്ടി. സെയിം ഏരിയ ആണ്.